എനിക്കൊരു 3000 രൂപ തരുമോ? എന്തിനാണാവോ? എന്റെ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാൻ. ഇപ്പൊ എന്ത് പഠിക്കണ പിള്ളേര്? അവരിപ്പോ മറ്റേ MBBS പഠിക്കുക. ആണോ? നല്ല കാശാ. ആണോ? അപ്പൊ ലോൺ എടുത്തിട്ടായാലും പിള്ളേരെ പഠിപ്പിക്കണ്ടേ? പെൺകുട്ടികളല്ലേ. പെൺകുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോടി മനസ്സേ? അതെന്താ നിങ്ങക്ക് അങ്ങനെയൊക്കെ തോന്നണേ? അല്ല, ആൺകുട്ടികളാവുമ്പോ കല്യാണം കഴിച്ച് ഇങ്ങനല്ലേ കൊണ്ടുവരാ. അപ്പൊ പൈസയൊക്കെ നമ്മുടെ കയ്യിലേക്കല്ലേ വരാ. പെൺകുട്ടികളാവുമ്പോ നീ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത വീട്ടിലേക്കല്ലേ പൈസയൊക്കെ പോവാ. നമ്മള് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ഒരേപോലെ നോക്കണ്ടേ? ശരി, ഇപ്പൊ ഉള്ളത് ഞാൻ തരാം, നീ കൊണ്ടുവെക്കോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതെടുത്ത് വെച്ചു രണ്ടാം മതിയാവൂലേ? എന്താടി മനസ്സിൽ ചെയ്തോണ്ടിരിക്കണേ? നീ ഇവിടെ പോവാണെന്നൊക്കെ കേട്ടല്ലോ. എന്റെ പിള്ളേരെന്നെ അങ്ങോട്ട് എല്ലാം റെഡിയാക്കി വിട്ടിട്ടുണ്ട്. എന്താ അവിടക്ക് പണി ഇപ്പൊ അവിടെ? അവര് നല്ല ഈ പൊസിഷനിലാണ്. അപ്പൊ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണോ? എന്റെ പിള്ളേരെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവിടെ സുഖമായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആണോ? നിനക്കപ്പൊ അവിടെ പണി കിട്ടുവോ? അവിടെ എല്ലാം റെഡിയാണ്. ആണോ? നിന്റെ ഒരു ഭാഗ്യം. എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. 2 ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാള് ബാംഗ്ലൂരിലേക്ക് കെട്ടിപ്പോയി, ഒരാള് ചെന്നൈയിലേക്കും കെട്ടിപ്പോയി. 2 പേരും അവരുടെ ഭാര്യമാരായിട്ട് സുഖമായിട്ട് ജീവിക്കുക. നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളും, അങ്ങോട്ടേക്ക് വരണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ആവശ്യമുള്ള പൈസ മാത്രം അയച്ചു തരും. ഇതാണ് എൻ്റെ ജീവിതം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യ രീതിയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. നമുക്കൊരു കോമഡി സ്കിറ്റ് കണ്ടാലോ? സോപ്പ് വേണോ? എന്റെ വില എത്രയാന്ന് എനിക്ക് അറിയില്ല, കുട്ടി നോക്കിക്കോളോ. 10 രൂപയുള്ളൂ. 10 രൂപയുള്ളൂ. ഇനി എന്താ മോൾക്ക് വേണ്ടേ? ഇതെടുത്തോ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട. വിലയൊക്കെ നോക്കാമേ. ചേച്ചിയുടെ കയ്യിൽ കണ്ണതാണ്ടില്ലേ? എന്റെ ഭർത്താവ് വാങ്ങിച്ചത് കണ്ണടയാ. അറിയോ നിനക്ക്? ഇപ്പൊ പറയാ എത്ര രൂപയായിന്ന്. 4 ഐറ്റം 100 രൂപ. സോപ്പിന് 10 രൂപയല്ല, 28 രൂപയാ. നിനക്ക് കണ്ണ് പിടിക്കുന്നില്ല.